ഷൈൻ ടോമിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും. NDPS നിയമപ്രകാരം വകുപ്പ് 29 പ്രകാരമാണ് കേസെടുക്കാനുള്ളൊരു നീക്കം ഇപ്പോൾ നടക്കുന്നത്. ലഹരി ഉപയോഗം മാത്രമല്ല ഗൂഢാലോചന, ഇക്കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും കേസെടുക്കുക. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന എല്ലാ തരത്തിലുള്ള നാടകീയമായ രംഗങ്ങൾ, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്നതുൾപ്പെടെ ആ കാര്യത്തിൽ പോലീസ് എന്തിനാണ് ഷൈൻ ഓടിയത്, അക്കാര്യത്തിൽ മാത്രം ഒരു ചോദ്യം ചെയ്യൽ. അതിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല. അങ്ങനെ പോകാനുള്ള തെളിവുകളോ മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടെ നോട്ടീസ് നൽകുന്നു. ഷൈൻ ടോം ചാക്കോയുടെ വസതിയിൽ, തൃശ്ശൂരിലെ മുണ്ടൂരിലെ വസതിയിലെത്തി നോട്ടീസ് നൽകുന്നു. പിതാവ് ഹാജരാകുമെന്ന് പറയുന്നു. ഇന്ന് അതുപ്രകാരം ഹാജരാകുന്നു. അപ്പോഴും ഷൈൻ പറയുന്നു, ഞാൻ രാസലഹരി ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ നിർണായകമായ നീക്കമാണ് എത്തിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ആക്ട് പ്രകാരം മയക്കുമരുന്നിന്റെ ഉപയോഗം മാത്രമല്ല, അത് ഏതെങ്കിലും തരത്തിലുള്ള കൈവശം വയ്ക്കൽ, വിപണനം, അതുകൊണ്ട് യാത്ര ചെയ്യൽ, ഇങ്ങനെ പല കാര്യങ്ങൾ ഈ വകുപ്പിൽ പറയുന്നുണ്ട്. അതിൽ ലഹരി ഉപയോഗം എന്ന വകുപ്പ് തന്നെയാണോ ഷൈനെതിരെ ചുമത്തുക? കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു സുരേഷും ഏറ്റവും നിർണായകമായ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. നോർത്ത് പോലീസ് ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്, പോലീസ് തന്നെ പറഞ്ഞത്, നാർക്കോട്ടിക് ACP തന്നെ പറഞ്ഞത്, ഷൈനെതിരെ നിലവിൽ കേസെടുക്കാനുള്ള വകുപ്പുകളൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെയല്ല. ഈ വിശദമായ ചോദ്യം ചെയ്യൽ, വിശദമായ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൈനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. നമ്മളിന്ന് അല്പസമയം പറഞ്ഞതാണ്, NDPS 29 ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്ന്. ആ സാധ്യത അതിലുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ സജീറുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ലിങ്ക് ഉണ്ട്, കണക്ഷൻ ഉണ്ട്, അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നൊരു വിലയിരുത്തൽ പോലീസിൽ എത്തുന്നു. അങ്ങനെയാണ് ഈ ആക്ട് 29 പ്രകാരം കേസെടുക്കാം ഷൈനെതിരെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ പരിശോധനയ്ക്കായി വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക, അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം ലഭ്യമാകും. അക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇത് 2ാം തവണയാണ് ഷൈൻ ടോം ചാക്കോ NDPS കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത്. ആദ്യ തവണ 2014 കൊക്കെയിൻ കേസ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫിനെ പേടിച്ച് ഓടിക്കളഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നേരത്തെ പോലീസ് ചോദിച്ച ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഗുണ്ടകളാണ് തന്നെ ആക്രമിക്കാൻ വരുന്നതെന്ന് കരുതി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി എന്നാണ് മൊഴി നൽകിയത്. പക്ഷേ അങ്ങനെയല്ല പോലീസ് പറയുന്നത്. ഈ പരിശോധന ഭയന്ന് പോലീസാണെന്ന് അറിഞ്ഞതുകൊണ്ട് കൃത്യമായി അയാൾ ഓടിപ്പോയി. അയാൾക്ക് ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ, അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗത്തിനുള്ള സാധ്യത, അതുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യപരിശോധന, ഇതെല്ലാം ഭയന്നുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ഓടിപ്പോയതാണ് എന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് NDPS 27, 29 ആക്ട് പ്രകാരം കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന. അല്പസമയം മുമ്പ് സെൻട്രൽ ACP ജയകുമാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനി തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഷൈനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. നിയമോപദേശം അടക്കം ലഭിച്ചത് ഒരു തരത്തിലുള്ള കേസോ അറസ്റ്റോ ഉള്ള നടപടിയിലേക്ക് പോകില്ല എന്നാണ്. പക്ഷേ പോലീസിന്റെ വളരെ നിർണായകമായ, വളരെ ക്ലിനിക്കലായ ഒരു മൂവ്മെന്റ് എന്ന് പറയേണ്ടി വരും. കൃത്യമായി ഈ NDPS ആക്ട് ഏതാണ് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അനുസാരത്തിൽ എങ്ങനെ ഷൈനെ പൂട്ടാം എന്ന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. ബാക്കി കോടതി നടപടിക്രമങ്ങളൊക്കെ അടുത്ത ഘട്ടത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അറസ്റ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയാണ് ഷൈൻ ടോം ചാക്കോ PGS വേദാന്ത ഹോട്ടലിൽ നിന്ന് രാത്രി 10:58 314 നമ്പർ മുറിയിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്ക് എത്തിയ ഘട്ടത്തിൽ അവിടെ നിന്ന് 3ാം നിലയിൽ നിന്ന് 2ാം നിലയിലേക്ക് ചാടി അവിടെ നിന്ന് റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടിപ്പോയത്. ആ ദൃശ്യങ്ങൾ ഡാൻസ് ഓഫ് ശേഖരിച്ചു. ഷൈൻ്റെ മുറിയിലുണ്ടായിരുന്ന സുഹൃത്തിനെ ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിലാണ് പറഞ്ഞത് ഷൈൻ ടോം ചാക്കോ തന്നെ എന്ന് സുഹൃത്ത് സ്ഥിരീകരിച്ചു. ആ മൊഴി പോലീസിന്റെ പക്കലുണ്ട്. അങ്ങനെ
ഇയാൾ ഈ ലഹരി ബന്ധം മറക്കുന്നതിന് വേണ്ടി പോലീസ് പരിശോധന ഭയന്ന് ഓടിപ്പോയി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന, നാണക്കേടുണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. പ്രത്യേകിച്ച് ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ മലയാള സിനിമയിൽ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കുന്നു, ജനകീയ സമിതികൾ രൂപീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു നടൻ, മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ, ഒരുപാട് സിനിമകളുള്ള ഒരു നടൻ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നു. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അറസ്റ്റ്